ഇല്ല, വീട്ടുകാർക്ക് പറയാനുള്ളതെല്ലാം പറയാന്നുള്ളതാണ് നമ്മൾ അംഗീകരിച്ചൊരു നിലപാട്. അവർ പറയുന്നതൊക്കെ പറയട്ടെ, ഞങ്ങൾ പറയാനുള്ളത് ഞങ്ങളും പറയാം, കേൾക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. ശബരിമലയൊന്നും ആരും വിശദീകരിക്കേണ്ടത് അവരെ ചോദിക്കുന്നതിന് മറുപടികളല്ലേ ഉള്ളൂ. ശബരിമല നിങ്ങളുണ്ടാക്കുന്ന ഒരു വാർത്ത എൻ്റെ അപ്പുറത്ത് വലിയ വാർത്തയുമായിട്ട് വരുന്നില്ല. പിന്നെ ഇപ്പം എന്താ ഗുണമെന്ന് വെച്ചാൽ നിങ്ങളെല്ലാം ഈരടി പാട്ടുകൾ ഉണ്ടാക്കിയിട്ട് പറഞ്ഞല്ലോ അല്ലേ? ശബരിമലയിൽ പേരടി ആര്യ കയറ്റി എന്നാ പറഞ്ഞേ? പോറ്റി. ആ പോറ്റിയെ കയറ്റിയതാരാണ് ഇപ്പം മനസ്സിലായല്ലോ. ഞങ്ങളാരും അല്ല എന്ന് വളരെ വ്യക്തമായല്ലോ. ഞങ്ങളുടെ കാലത്തും അല്ല, അതിന് മുമ്പേ കയറിയിട്ടുണ്ട്. പലപ്പോഴും അതിനിടയിൽ പോവുകയും വരികയൊക്കെ ചെയ്തിട്ടുണ്ട്. എല്ലാം ചെയ്ത കൂട്ടത്തിൽ അവസാനം സോണിയാഗാന്ധിയെ കാണാനും പോയിട്ടുണ്ട്. പോയ കൂട്ടത്തിൽ ഈ പോറ്റിയുണ്ട്. പോറ്റി അത് കട്ടയ കൂട്ടത്തിലുള്ള പ്രധാനപ്പെട്ട ആൾ വാങ്ങിയ മുതൽ, അതായത് കട്ട സാധനം വാങ്ങിയല്ലോ. ഇപ്പം രണ്ടാളും കൂടി പോയല്ലോ. അപ്പോൾ എം പി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കന്മാരും പോയല്ലോ. അപ്പം അതോടുകൂടി മാധ്യമങ്ങൾക്ക് വലിയ ആവേശമില്ല. പണ്ടത്തെ പോലെ ആവേശം, അത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധാകുമ്പോഴാണല്ലോ വലിയ ആവേശം ഉണ്ടാകുക. അത് ഇല്ല. ഇപ്പോഴും തന്ത്രിയെ കൂടി പിടിച്ചപ്പോൾ തന്ത്രിയെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം വന്നപ്പോൾ ബി ജെ പിക്കാർക്കും ഇനി അധികം അതിൻ്റെ മേലെ കാര്യമില്ല. ഞങ്ങൾ ആദ്യം മുതലേ എടുത്തൊരു നിലപാടാണ്, അയ്യപ്പൻ്റെ ഒരു തരി സ്വർണ്ണം നഷ്ടപ്പെടാൻ പാടില്ല. ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന വാർത്ത 20 കൊല്ലത്തെ അന്വേഷിക്കണമെന്നാണ്. കൊടിമരത്തിന് ചെതൽ പിടിച്ചു എന്ന് പറഞ്ഞിട്ട് ചെതൽ പിടിക്കാൻ സാധ്യതയില്ലാത്ത ഒരു സ്ഥലത്താണ് കൊടിയിലുണ്ടായിരുന്നത്. എന്നിട്ട് ചെതൽ പിടിച്ചു എന്ന് പറഞ്ഞ് അത് തെറ്റാണെന്ന് ഇപ്പം വ്യക്തമാക്കപ്പെട്ടിരിക്കുകയാണ്, കോടതിയിൽ ഇടപെട്ടിരിക്കുകയാണ്. അത്ര കിലോ ആണ് അതിൻ്റെ ഒരു സാധനം, വാഹനം അല്ലേ? അത് സ്വർണം പൂജിയല്ല, സ്വർണം പതിച്ചതാണ്. അത് പൂർണ്ണമായിട്ടും തന്ത്രിക്ക് കൊടുത്തിരിക്കുകയാണ്. തന്ത്രി കൊടുക്കാൻ പാടില്ല എന്നുള്ളത് വ്യവസ്ഥയാണ്. അത് കൊടുത്തതിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദി അന്നത്തെ ബോർഡ് പ്രസിഡന്റ് ഉൾപ്പെടെ അതിൻ്റെ പ്രധാനപ്പെട്ട മെമ്പർ ഉൾപ്പെടെയാണെന്ന് ഇപ്പോൾ തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട്. വന്നു കഴിഞ്ഞിട്ടുണ്ട് വ്യക്തിയായിട്ട് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലാക്കാനാണ് കഴിയും. അവർ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നത്. ഞങ്ങൾ ഒരു ദൈവത്തിൻ്റെയും ഒരു സ്വർണ്ണം പട്ട നടക്കുന്നവരല്ല. പകൽ വെളിച്ചം പോലെ വ്യക്തമാണത് ആളുകൾക്ക്. പക്ഷേ അത് വെച്ചുകൊണ്ടാണ് വലിയ രീതിയിലുള്ള പ്രധാന വേല ഞങ്ങൾക്കെതിരായിട്ട് നടത്തിയിട്ടുള്ളത്. അത് നടക്കട്ടെ, ഞങ്ങൾക്കതിൽ എന്താ മറച്ചു പോകാനുള്ളത്? എല്ലാ അന്വേഷണം നടക്കട്ടെ. ഇനി 20 കൊല്ലമല്ല, ഇനി അതിൻ്റെ അപ്പുറത്തെ കൊല്ലം വേണം അതും അന്വേഷിച്ച് നോട്ടെ. ഈ പറയുന്ന പോലെ വാതിൽ പാളി മാത്രമല്ല, വടി മാത്രമല്ല, കുടിമരത്തിൻ്റെയും പ്രശ്നം വന്നല്ലോ, വാഹനത്തിൻ്റെ പ്രശ്നം വന്നല്ലോ. ഒക്കെ വരട്ടെ, എല്ലാം അന്വേഷിക്കട്ടെ. അന്വേഷിച്ച് വരുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും. തന്ത്രി ഉൾപ്പെടെയുള്ളവരൊക്കെ നടത്തിയിട്ടുള്ള ഓരോ കാര്യങ്ങളെ സംബന്ധിച്ച് മനസ്സിലാവും. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെ നടത്തിയിട്ടുള്ള കൊള്ള എന്താണെന്ന് ജനങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. അവരെല്ലാം നിയമത്തിൻ്റെ കൊണ്ടുവരണം. ഒരാളെയും സംരക്ഷിക്കുന്ന ഉത്തരവാദിത്തം ഞങ്ങൾ. ആളുകൾക്ക് നല്ല ബോധ്യം, നിങ്ങൾക്ക് വലിയ ബോധ്യപ്പെടുന്നുണ്ടാവില്ല. നിങ്ങൾക്ക് വേറെ ബോധ്യമാണല്ലോ. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പറയുന്നത് ജനങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. മാത്രമല്ല ഇപ്പോൾ മനസ്സിലാക്കാൻ വലിയ പ്രയാസമില്ലല്ലോ. കാരണം ഒരു ഭാഗത്ത് കോൺഗ്രസും വേറൊരു ഭാഗത്ത് BJP, ഒരു ഭാഗത്ത് ഞങ്ങളൊക്കെ ഉള്ളതല്ലേ. എല്ലാവരെ പറ്റിയും വന്നിട്ടുണ്ടല്ലോ. അത് ജനങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കും. നിയമസഭയിൽ സാധാരണക്കാരെ ബാധിക്കുന്ന മുഴുവൻ പ്രശ്നങ്ങളും അവർ പറയുന്നുണ്ട്. ഓരോരുത്തരായിട്ട് പറയുന്നു. ഒരാളോട് പറയുമ്പോൾ അവർ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവർ പറയുന്നുണ്ട്, അവർ കാർഷിക മേഖലയിലെ പ്രശ്നം പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെതാക്കിയിട്ടുള്ള ഈ നേട്ടങ്ങളൊന്നും അത്രത്തോളം യേശുന്നില്ല എന്ന രീതിയിലുള്ള വിശദീകരണം നടത്തുന്നുണ്ട്. ഒക്കെ നടത്തുന്നുണ്ട്. അത് ഞങ്ങൾക്ക് തുടങ്ങിയിട്ടേ ഉള്ളൂ ഇവിടെ.